ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ എല്ലാവരും വന്നിട്ട് ഇവിടെ തുടങ്ങുകയാണ് എൻ്റെ കലാപരിപാടികൾ. ഞങ്ങളുടെ കുടുംബം മൊത്തം പണക്കാരായിരിക്കുന്നു ഗൈസ്. പണക്കാർ സോറി തെറ്റിപ്പോയി, പനിക്കാർ. ഞങ്ങളുടെ വീട്ടിൽ ആർക്ക് പനി വന്നാലും ഞാനായിരിക്കും ഇവിടുത്തെ നേഴ്സ് പിന്നെ ഒന്നും നോക്കാൻ നിന്നില്ല, ഓടിച്ചെന്ന് വെള്ളം അങ്ങ് അടുപ്പത്ത് വെച്ചു. കുറച്ച് പുടിയരി വരുന്നതിന് മുമ്പേ അപ്പുറത്ത് നിന്ന് കഞ്ഞിന്ന് വിളി വന്നു. അപ്പോൾ ഞാനും നല്ല ചിന്നി എന്നെയാണോ കഞ്ഞിന്ന് വിളിയണം. നഗ്നമായ സത്യം എനിക്ക് മനസ്സിലായത് എന്നെ അല്ല. കൊടുങ്കാറ്റിനിടയിലുള്ള ശാന്തതയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. കഞ്ഞിയും ഗുളിയും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ ഏതെങ്കിലും മൂലയിൽ പോയി ഉച്ചത്തെ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി. ഒന്നുമല്ല, അവിയലാണ് ഉണ്ടാക്കിയത്. അവിയൽ പിന്നെ ഞാനൊന്നും നോക്കുന്നില്ല, എല്ലാം കണ്ടം മുണ്ടം വെട്ടിയിട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് 2 കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി തിരുമിയതിന് ശേഷം അതങ്ങെടുത്ത് അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ എൻ്റെ തോട്ടത്തിലേക്ക് പോയി. എൻ്റെ തോട്ടം കണ്ടോ വിജൃംഭിച്ച് കിടക്കുന്നത്. ഇതാണ് എൻ്റെ തോട്ടം. ഈ തോട്ടത്തിൽ നിന്ന് കുറച്ച് കാന്താരി മുളക് ഞാൻ പിച്ചി പാട്ടും പാടി വന്നതാണ്. മുക്കാപ്പില ഏ ലൈല. പിന്നെ ഓടി വന്ന അവിയലിനുള്ള സംഭവങ്ങളെല്ലാം നോക്കി കുറച്ച് തേങ്ങ തിരിങ്ങിയിട്ട് കുറച്ച് കാന്താരി മുളകും കൂടെ ഇട്ട് എരിയാതെ നോക്കണേ. അതിനകത്ത് നിന്ന് കുറച്ച് കാന്താരി മുളക് ഞാൻ എടുക്കുകയും ചെയ്തു. എന്നിട്ട് കുറച്ച് ജീരകം ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടില്ല കേട്ടോ. മഞ്ഞപ്പൊടി മറ്റേനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിനകത്ത് ഇട്ടില്ല. ഈ ജീരകവും വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചതിന് ശേഷം അങ്ങോട്ട് തട്ടി കൊടുത്തു. പിന്നെ അങ്ങോട്ട് ആഞ്ഞ് മിക്സ് വെൽ എല്ലാം കൂടെ മിക്സ് ചെയ്യുക. കഞ്ഞി കുടിച്ചിട്ട് ഏതെങ്കിലും മൂലയിൽ പോയി ഇരിക്കാൻ പറഞ്ഞ വ്യക്തി അവിടെ നിന്ന് ഒരു അശരീരി പുറപ്പെടുപ്പിച്ചു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, എന്തുവാന്ന് അങ്ങോട്ട് നീട്ടി ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് കുറച്ച് നാരങ്ങ വെള്ളം ഇങ്ങോട്ട് താടി. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ നാരങ്ങ വെള്ളം കൊണ്ട്. നിങ്ങൾ ഈ 1-ാം ലോക മഹായുദ്ധം, 2-ാം ലോക മഹായുദ്ധം, 3-ാം ലോക മഹായുദ്ധം എല്ലാം കണ്ടിട്ടില്ലേ? ആ 3 മഹായുദ്ധങ്ങളിലും പടവെട്ടിയ പടരാജാവാണ് ആ പനിയും പിടിച്ചിരിക്കുന്നത്. അവിയലിലേക്ക് കടുക് വറുത്ത് വയ്ക്കാം. ലിറ്റിൽ വെളിച്ചെണ്ണ, ലിറ്റിൽ കടുക്, ലിറ്റിൽ വറ്റൽമുളക്, ലിറ്റിൽ കൊച്ചുള്ളി എല്ലാം കൂടെ കടുക് വറ എല്ലാം കൂടെ തട്ടി അവിയൽ. പിന്നെ അതിനുശേഷം ഒന്നും നോക്കണ്ട, മിക്സ് വെൽ. ഇത് കുഴഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു കുറച്ച് ചമ്മന്തി അരയ്ക്കാമെന്ന്. നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ തിരിഞ്ഞ് വെച്ച തേങ്ങ എടുത്ത് അതിനകത്ത് കുറച്ച് കാന്താരി മുളക്, അതിൻ്റെ അടിയിലായിട്ട് കുറച്ച് പുളി ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം മിക്സിയിൽ കൊണ്ട് നന്നായി അരയ്ക്കുക. അരച്ച് ഒരു പാത്രത്തിലേക്ക് തട്ടിയതിന് ശേഷം ഉരുട്ട അറിയാവുന്നവർ ഉരുട്ടുക, അല്ലാത്തവർ എൻ്റെ കണക്ക് ഇങ്ങനെ തത്തിത്തെരിയിടവും കാണിക്കുക. ആ ചമ്മന്തി മൊത്തം എങ്ങനെയാണ്ടൊക്കെ എൻ്റെ കയ്യിൽ വെക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഈ ചമ്മന്തിയും കഞ്ഞിയും അവിയലും എല്ലാം ഒരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം പിന്നെന്തോ എവിടെയെങ്കിലും കാലം നീട്ടിയിരുന്ന് തിന്നണം, അത്ര തന്നെ. അപ്പോൾ ഈ ചൂട് കാരണം എൻ്റെ കഴിവ് മൊത്തം നിങ്ങൾക്ക് മുമ്പിലായിട്ട് എനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ഒരു വീഡിയോയുമായി ഞാൻ ചാടിത്തുള്ളി വരുന്നതായിരിക്കും. പുതിയതായ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.